ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ഫിലിപ്പിയർ അധ്യായം 1. ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവത്തിന്റെ വിശുദ്ധജനത്തിനും മൂപ്പന്മാർക്കും ശുശ്രൂഷകന്മാർക്കും യേശുക്രിസ്തുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ആശംസകൾ അയക്കുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഞാൻ ജനങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സഹായത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. വിശ്വാസം സ്വീകരിച്ച ആ ദിവസം തൊട്ട് ഇന്നുവരെ നിങ്ങൾ സഹായിച്ചു. ദൈവം നിങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവം അത് നിങ്ങളിൽ തുടരുകയും ചെയ്യുന്നു. യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ ദൈവം ആ പ്രവൃത്തി നിങ്ങളിൽ പൂർത്തിയാക്കും. എനിക്കതിൽ തീർച്ചയുണ്ട്. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് അങ്ങനെ വിചാരിക്കുന്നത് ശരിയാണെന്ന് ഞാൻ അറിയുന്നു. എന്റെ ഹൃദയത്തിൽ എനിക്ക് നിങ്ങളോട് വളരെ അടുപ്പം തോന്നുന്നതുകൊണ്ട് എനിക്കിത് തീർച്ചയുണ്ട്. എന്നോടൊപ്പം ദൈവകൃപ നിങ്ങൾ പങ്കുവയ്ക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വളരെ അടുപ്പം തോന്നുന്നു. ഞാൻ തടവിലായപ്പോഴും സുവിശേഷത്തിനു വേണ്ടി പ്രതിരോധം നടത്തിയപ്പോഴും സുവിശേഷ സത്യം തെളിയിച്ചപ്പോഴും നിങ്ങൾ ദൈവകൃപ എനിക്കൊപ്പം പങ്കുവയ്ക്കുന്നു. ഞാൻ നിങ്ങളെ കാണാൻ വളരെ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിനറിയാം. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തോടുകൂടി ഞാൻ നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന. നിങ്ങളുടെ സ്നേഹം വളരെയേറെ വളരണമെന്നും നിങ്ങളുടെ സ്നേഹത്തോടൊപ്പം ധാരണയും അറിവും നിങ്ങൾക്കുണ്ടാകണമെന്നും നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നല്ലത് തിരഞ്ഞെടുക്കണമെന്നും ക്രിസ്തുവിന്റെ വരവിനായി നിങ്ങൾ നിഷ്കളങ്കരും തെറ്റില്ലാത്തവരുമാകണമെന്നും ദൈവത്തിന് മഹത്വവും സ്തുതിയും ഉണ്ടാകുന്നതിനായി ക്രിസ്തുവിന്റെ സഹായത്താൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, എനിക്ക് സംഭവിച്ച ആ ചീത്ത കാര്യങ്ങൾ സുവിശേഷ പ്രചാരണത്തിന് എന്നെ സഹായിച്ചു എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് തടവിലായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ ക്രിസ്തുവിന്റെ ഒരു വിശ്വാസി ആയതുകൊണ്ട് ഞാൻ തടവിലായി. എല്ലാ ജനങ്ങൾക്കുമെന്ന പോലെ എല്ലാ കാവൽക്കാർക്കും ഇതറിയാം. ഞാൻ ഇപ്പോഴും തടവിലാണ്. പക്ഷേ വിശ്വാസികളിൽ ഏറിയ പങ്കിനും അതേപ്പറ്റി ഇപ്പോൾ മെച്ചമായി തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് ക്രിസ്തുവിനെ പറ്റിയുള്ള സന്ദേശം പറയുന്നതിന് കൂടുതൽ ധൈര്യം തോന്നുന്നു. അസൂയയും പിണക്കവും നിമിത്തം ചിലർ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നു. ചിലരാകട്ടെ സഹായിക്കുവാനുള്ള താല്പര്യം കൊണ്ടാണ് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നത്. അവർ പ്രസംഗിക്കുന്നത് അവർക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി സുവിശേഷത്തിനു വേണ്ടിയുള്ള പ്രതിരോധം നടത്തുക എന്നതാണെന്ന് ഈ കൂട്ടർക്കറിയാം. എന്നാൽ മറ്റുള്ളവർ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നത് അവർ സ്വാർത്ഥരായതുകൊണ്ടാണ്. പ്രസംഗിക്കാനുള്ള അവരുടെ പ്രേരണ തെറ്റാണ്. തടവിൽ എനിക്ക് ഉപദ്രവം ചെയ്യുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനത് കാര്യമാക്കില്ല. അവർ ക്രിസ്തുവിനെ പറ്റി പറയുന്നു എന്നതാണ് പ്രധാനം. ഞാൻ അത് ആഗ്രഹിക്കുന്നു. ശരിയായ കാരണത്തിനു വേണ്ടി അവർ അത് ചെയ്യണമെന്ന് ഞാൻ ആശിക്കുന്നു. തെറ്റായ കാരണം കൊണ്ടാണ് അവർ അത് ചെയ്യുന്നതെങ്കിലും ഞാൻ സന്തോഷവാനാണ്. ക്രിസ്തുവിനെ പറ്റി പറയുന്നത് കൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നതും ആ സന്തോഷത്തിൽ തുടരുന്നതും. യേശുക്രിസ്തുവിന്റെ ആത്മാവ് എന്നെ സഹായിക്കുകയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തുമെന്ന് എനിക്കറിയാം. ക്രിസ്തുവിന്റെ കാര്യത്തിൽ പരാജയപ്പെടാൻ എനിക്ക് ഒന്നും കാരണമാകരുത്. എന്റെ ജീവനിലുള്ള ക്രിസ്തുവിന്റെ മഹത്വം ഈ ലോകത്ത് കാണിക്കുവാൻ എക്കാലത്തെയും പോലെ ഇപ്പോഴും ധീരത ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ഞാൻ അത് ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ കാര്യം ക്രിസ്തു മാത്രമാണെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അതിനാൽ മരണം പോലും എനിക്ക് ലാഭകരമാണ്. ശരീരത്തിലുള്ള എന്റെ ഈ ജീവിതം തുടരുകയാണെങ്കിൽ കർത്താവിനു വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും.
പക്ഷേ എന്താണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? മരണമോ ജീവിതമോ എന്നെനിക്കറിയില്ല. ജീവിതവും മരണവും തമ്മിൽ തിരഞ്ഞെടുക്കുക വിഷമമാണ്. ഈ ജീവിതം വിട്ട് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായിരിക്കും കൂടുതൽ നല്ലത്. എന്നാൽ ഈ ശരീരത്തോടുകൂടി എന്റെ സാന്നിധ്യം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കെന്നെ ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടുകൂടെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ വിശ്വാസത്തിൽ വളരുവാനും സന്തോഷമുള്ളവരാകാനും ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞാൻ വീണ്ടും നിങ്ങളുടെ കൂടെയാകുമ്പോൾ ക്രിസ്തു യേശുവിൽ നിങ്ങൾ വളരെ സന്തോഷഭരിതരാകും. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഇണങ്ങും വിധമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് തീർച്ചപ്പെടുത്തുക. അപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നാലും അകന്നിരുന്നാലും എനിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ കഴിയും. സുവിശേഷത്തിൽ നിന്നും വരുന്ന വിശ്വാസത്തിനായി ഏകഹൃദയത്തോടെയും മനസ്സോടെയും നിങ്ങൾ യോജിച്ചു ഒരു സംഘമെന്ന നിലയിൽ പ്രവർത്തിക്കുന്നുവെന്ന് എനിക്ക് കേൾക്കാൻ കഴിയും. നിങ്ങൾക്കെതിരായ ആളുകളെക്കുറിച്ച് ഒട്ടും ഭയപ്പെടരുത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്നതിനും നിങ്ങളുടെ എതിരാളികൾ ഇല്ലായ്മപ്പെട്ടു പോകുമെന്നതിനും ദൈവത്തിൽ നിന്നുള്ള തെളിവാണ് നിങ്ങൾക്ക് ഭയമില്ലെന്ന വസ്തുത. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന ബഹുമതി ദൈവം നിങ്ങൾക്ക് നൽകി. എന്നാൽ അതുമാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നു എന്ന ബഹുമതിയും ദൈവം നിങ്ങൾക്ക് നൽകി. ഇവ രണ്ടും ക്രിസ്തുവിന് പുകഴ്ച കൊണ്ടുവരും. ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ സുവിശേഷത്തിന്റെ എതിരാളികളിൽ നിന്നും എനിക്കുണ്ടായ ക്ലേശങ്ങൾ നിങ്ങൾ കണ്ടു. ഇപ്പോൾ എനിക്കുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു. നിങ്ങൾക്ക് തന്നെയും അത്തരം ക്ലേശങ്ങളുണ്ട്. ഫിലിപ്പിയർ അധ്യായം 2. നിങ്ങളോട് എന്തെങ്കിലും ചെയ്യുവാൻ പറയുവാൻ ക്രിസ്തുവിൽ എനിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? എന്നെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങളുടെ സ്നേഹം നിങ്ങളെ ആഗ്രഹിപ്പിക്കുന്നുണ്ടോ? ആത്മാവിൽ നമ്മൾ അന്യോന്യം പങ്കുവറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കരുണയും ദയയുമുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതെന്നെ വളരെ സന്തുഷ്ടനാക്കും. ഒരേ കാര്യം വിശ്വസിച്ച് നിങ്ങൾ ഏക മനസ്സുള്ളവരാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പരസ്പര സ്നേഹത്തിനു വേണ്ടി അന്യോന്യം യോജിക്കുക, ഒരേ ഉദ്ദേശവും ഉണ്ടായിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്വാർത്ഥതയോ അഹങ്കാരമോ നിങ്ങളെ നയിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ വിനീതരായി നിങ്ങളെക്കാൾ ബഹുമതി അന്യർക്ക് കൊടുക്കുന്നവർ ആകുവിൻ. നിങ്ങളുടെ മാത്രം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അന്യരുടെ ജീവിതത്തിലും ശ്രദ്ധയുള്ളവരാകുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു യേശുവിനെ പോലെ വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. ക്രിസ്തു എല്ലാ കാര്യത്തിലും ദൈവത്തിന് തുല്യനാണ്. എന്നാൽ ദൈവത്തിന് തുല്യമായ രീതിയിൽ തന്റെ ജീവിതവും നിലനിർത്തണമെന്ന് ക്രിസ്തു ചിന്തിച്ചില്ല. ദാസനാകാൻ സമ്മതിക്കുക വഴി അവൻ ദൈവത്തോടു കൂടെയുള്ള സ്ഥാനം ഉപേക്ഷിച്ച് ദാസനാകുവാൻ സമ്മതിച്ചു. അവൻ മനുഷ്യനായി പിറന്ന് ദാസനെ പോലെയായി. അവൻ മനുഷ്യനായി ജീവിച്ചുകൊണ്ടിരിക്കെ ദൈവത്തോടുള്ള സമ്പൂർണ്ണ അനുസരണത്താൽ അവൻ സ്വയം വിനീതനാക്കി. ആ അനുസരണം മരണകാരണം ആയപ്പോൾ പോലും അവൻ അനുസരിച്ചു. ഒരു കുരിശിൽ അവൻ മരിച്ചു. ക്രിസ്തു ദൈവത്തെ അനുസരിച്ചതിനാൽ ദൈവം ക്രിസ്തുവിനെ പരമോന്നത സ്ഥാനത്തേക്ക് ഉയർത്തി. ദൈവം ക്രിസ്തുവിന്റെ നാമം സർവനാമങ്ങളെക്കാൾ ഉന്നതമാക്കി. യേശുവിന്റെ നാമത്തെ എല്ലാവരും നമിക്കട്ടെ എന്നതുകൊണ്ടാണ് ദൈവം ഇത് ചെയ്തത്. എല്ലാ സ്വർഗസ്ഥരും ഭൗമികരും പാതാളസ്ഥരും ആ നാമത്തെ നമിക്കും. യേശു ക്രിസ്തു കർത്താവാണ് എന്ന് എല്ലാവരും ഏറ്റുപറയും. അവരിത് പറയുമ്പോൾ അത് പിതാവായ ദൈവത്തിന് മഹത്വം കൊണ്ടുവരും. പ്രിയരെ, നിങ്ങൾ എപ്പോഴും അനുസരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ നിങ്ങൾ ദൈവത്തെ അനുസരിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക എന്നതാണ് കൂടുതൽ പ്രധാനം. എന്റെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് രക്ഷ കിട്ടും എന്ന് ഉറപ്പാക്കണം. ഇത് എത്രയും ബഹുമാനത്തോടും ദൈവഭയത്തോടും കൂടി ചെയ്യുവിൻ. അതെ,
ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. അവനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹം നിങ്ങളിലുണ്ടാകാൻ ദൈവം വഴിയൊരുക്കുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തിയും ദൈവം തരുന്നു. പരാതിയോ തർക്കമോ കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾ നിഷ്കളങ്കരും ശുദ്ധരുമാകും. നിങ്ങൾ തെറ്റില്ലാത്ത ദൈവമക്കളാകും. എന്നാൽ നിങ്ങൾ ദുഷ്ടരുടെ മധ്യത്തിലാണ് വസിക്കുന്നത്. നിങ്ങൾ അക്കൂട്ടർക്കിടയിൽ ഇരുട്ടിൽ തിളങ്ങുന്ന വിളക്ക് പോലെയാണ്. ജീവൻ തരുന്ന ഉപദേശങ്ങൾ നിങ്ങൾ അവർക്ക് പകരും. അതുകൊണ്ട് ക്രിസ്തു വീണ്ടും വരുമ്പോൾ എനിക്ക് സന്തോഷിക്കാം. എന്റെ പ്രവൃത്തി വെറുതെയായില്ല എന്നോർത്തും എനിക്ക് സന്തോഷിക്കാം. ഞാൻ മത്സരത്തിൽ ഓടി വിജയിക്കുകയും ചെയ്തു. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ നിങ്ങളുടെ ജീവൻ യാഗം കഴിപ്പാൻ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ഒരുക്കുന്നു. നിങ്ങളുടെ യാഗത്തിൽ ഞാൻ എന്റെ രക്തം കൂടി അർപ്പിക്കേണ്ടി വരും. എന്നാൽ അത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിറഞ്ഞ സന്തോഷത്തിലായിരിക്കും. നിങ്ങളും എന്നോടൊപ്പം സന്തോഷിക്കണം. കർത്താവായ യേശുവിൽ പ്രത്യാശകൾ അർപ്പിച്ച് തിമോഥെയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ അയക്കാമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നറിയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. തിമോഥെയോസിനെ പോലെ മറ്റൊരാൾ എനിക്കില്ല. അവന് നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ശ്രദ്ധയുണ്ട്. മറ്റാളുകൾക്ക് അവരുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രമേ താല്പര്യമുള്ളൂ. അവർ ക്രിസ്തുയേശുവിന്റെ പ്രവൃത്തിയിൽ തൽപരരല്ല. തിമോഥെയോസ് എങ്ങനെയുള്ളവനാണെന്ന് നിങ്ങൾക്കറിയാം. സുവിശേഷ പ്രചരണത്തിന് ഒരു പുത്രൻ തന്റെ പിതാവിനെ എന്ന പോലെ എന്നോടൊപ്പം നിന്ന് സഹായിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അവനെ വേഗത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കാൻ എനിക്ക് പരിപാടിയുണ്ട്. എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ അറിയുമ്പോൾ അവനെ അയക്കാം. നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ വരുവാൻ ദൈവം എന്നെ സഹായിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ക്രിസ്തുവിന്റെ സൈന്യത്തിൽ എനിക്കൊപ്പം പ്രവർത്തിക്കുന്ന എപ്പഫ്രോദിത്തോസ് ക്രിസ്തുവിൽ എന്റെ സഹോദരനാണ്. എനിക്ക് സഹായം ആവശ്യമായിരുന്നപ്പോൾ നിങ്ങൾ അവനെ എന്റെ അടുക്കിലേക്ക് അയച്ചു. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു അവനെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ അയക്കണമെന്ന്. നിങ്ങളെ എല്ലാവരെയും കാണുവാൻ അവൻ വളരെ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ അവനെ അയക്കുന്നത്. സുഖമില്ലായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞതിൽ അവൻ വ്യസനിച്ചുമിരുന്നു. രോഗിയായിരുന്ന അവൻ മരണത്തോടടുത്തിരുന്നു. പക്ഷേ ദൈവം അവനെയും എന്നെയും സഹായിച്ചു. അങ്ങനെ ഞാൻ കടുത്ത ദുഃഖം അനുഭവിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. അവനെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാം. എനിക്കാകട്ടെ നിങ്ങളെക്കുറിച്ചുള്ള വ്യാകുലത അവസാനിപ്പിക്കുകയും ചെയ്യാം. കർത്താവിൽ അവനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുക. എപ്പഫ്രോദിത്തോസിനെ പോലെയുള്ളവരെ ബഹുമാനിക്കുക. ക്രിസ്തുവിന്റെ വേലയിൽ മുഴുകിയതുകൊണ്ടാണ് അവൻ മരണാസന്നനായത്. എന്നെ സഹായിക്കേണ്ടതിലേക്കായി അവൻ സ്വന്തം ജീവനെ അപകടത്തിലാക്കി. എനിക്കായി നിങ്ങൾക്ക് തരാൻ സാധിക്കാതിരുന്ന സഹായമാണത്. ഫിലിപ്പിയർ അധ്യായം 3. സഹോദരരെ, ക്രിസ്തുവിൽ സന്തുഷ്ടരാകുവിൻ. എഴുതിയ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിൽ എനിക്ക് പ്രയാസം ഒന്നുമില്ല. കാരണം അത് നിങ്ങളെ സജ്ജരാക്കുവാൻ കൂടുതൽ സഹായിക്കും. ദുഷ്ടരെക്കുറിച്ച് ശ്രദ്ധാലുക്കളാകുവിൻ. അവർ പട്ടികളെ പോലെയാണ്. അവർ പരിച്ഛേദന ആവശ്യപ്പെടുന്നു. എന്നാൽ നമ്മളാണ് യഥാർത്ഥത്തിൽ പരിച്ഛേദനക്കാർ. നാം ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലൂടെയാണ്. ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്നതിൽ നാം അഭിമാനിക്കുന്നു. നമുക്ക് ചെയ്യാവുന്നതായ കാര്യങ്ങളിലോ നമ്മിൽ തന്നെയോ നാം ആശ്രയിക്കുന്നില്ല. എനിക്ക് എന്നിൽ തന്നെ വിശ്വസിക്കാമെങ്കിലും ഞാൻ എന്നിൽ ആശ്രയിക്കില്ല. ഒരുവൻ തന്നിൽ തന്നെ ആശ്രയിക്കാമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് എന്നിൽ തന്നെ ആശ്രയിക്കാൻ അതിലും മതിയായ കാരണങ്ങളുണ്ടെന്ന് അവൻ അറിയട്ടെ. ജനിച്ച് 8 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പരിച്ഛേദനയേറ്റു. ഞാൻ ഇസ്രായേലിയരിൽ നിന്നുള്ള ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഞാൻ ഒരു എബ്രായനാണ്. എന്റെ മാതാപിതാക്കളും എബ്രായരാണ്. മോശയുടെ നിയമം എനിക്ക് പ്രധാനമാണ്. ആ കാരണം കൊണ്ടാണ് ഞാൻ ഒരു പരീശനായത്. ഞാൻ എന്റെ യഹൂദ മതത്തിൽ വളരെ ആവേശഭരിതനായിരുന്നതുകൊണ്ട് ഞാൻ വിശ്വാസികളെ പീഡിപ്പിച്ചു.
ഞാൻ മോശയുടെ ന്യായപ്രമാണം പാലിച്ച രീതിയിൽ എന്നിൽ ഒരു കുറ്റവും കണ്ടെത്താൻ ഒരുവനും പറ്റിയിട്ടില്ല. ഒരിക്കൽ ഇതെല്ലാം എനിക്ക് അതിപ്രധാനമായിരുന്നു. എന്നാൽ ആ കാര്യങ്ങൾ അത്രയും ക്രിസ്തു മൂലം ഫലശൂന്യമായി എന്ന് ഞാൻ തീരുമാനിച്ചു. അക്കാര്യങ്ങൾ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന്റെ മഹത്വത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ഫലശൂന്യമാണ്. ക്രിസ്തു മൂലം ഞാൻ പ്രധാനമെന്ന് കരുതിയിരുന്നവ എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോഴെനിക്കറിയാം അതെല്ലാം വെറും ചവറാണെന്ന്. ഇത് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ എന്നെ അനുവദിക്കുന്നു. ക്രിസ്തുവിലായിരിക്കുവാൻ അതെന്നെ അനുവദിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ ദൈവമുമ്പാകെ നീതീകരിക്കപ്പെട്ടവനാണ്. ഈ നീതീകരണം ന്യായപ്രമാണ അനുസരണം വഴി ഉണ്ടായതല്ല. അത് വിശ്വാസം വഴി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം ക്രിസ്തുവിലുള്ള എന്റെ വിശ്വാസം ഉപയോഗിച്ചു. എനിക്കാകെ അറിയേണ്ടത് ക്രിസ്തുവിനെ പറ്റിയും മരണത്തിൽ നിന്ന് ഉയർത്തതിനുള്ള അവന്റെ ശക്തിയെക്കുറിച്ചുമാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പങ്കുവയ്ക്കാനും മരണത്തിൽ അവനെപ്പോലെയാകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അക്കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്വയം മരണത്തിൽ നിന്ന് ഉയർക്കപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കൊപ്പം എത്തി എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഇപ്പോഴും ഞാൻ ആ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. ആ ലക്ഷ്യത്തിലെത്താനും അതെന്റേതാക്കാനും ഞാൻ തുടർന്നും ശ്രമിക്കുന്നു. ക്രിസ്തു അതാഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു എന്നെ അവനുള്ളതാക്കിയത്. സഹോദരരെ, ഇപ്പോഴും ഞാൻ ആ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പഴയ കാര്യങ്ങൾ ഞാൻ മറക്കും. എനിക്ക് മുമ്പിലുള്ള ആ ലക്ഷ്യത്തിലെത്താൻ എന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ലക്ഷ്യത്തിലെത്തി സമ്മാനം വാങ്ങുവാനായി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ സമ്മാനം എന്റേതാണ്. കാരണം ഉന്നതങ്ങളിലുള്ള ആ ജീവിതത്തിനായി ദൈവം ക്രിസ്തുവിലൂടെ എന്നെ വിളിച്ചിരിക്കുന്നു. പക്വതയുള്ള നാം ഈ വിധത്തിലും ചിന്തിക്കണം. ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലുമായി നിങ്ങൾക്ക് യോജിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. എന്നാൽ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആ സത്യം പിന്തുടരണം. സഹോദരരെ, നിങ്ങൾ ഓരോരുത്തരും എന്നെ അനുഗമിക്കുവാൻ ശ്രമിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതവും പകർത്തുവിൻ. ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളെ പോലെയാണ് പലരും ജീവിക്കുന്നത്. ഞാൻ മിക്കപ്പോഴും ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരെക്കുറിച്ച് പറയേണ്ടി വരുന്നതിൽ എനിക്ക് കരച്ചിൽ വരുന്നു. നാശത്തിലേക്ക് നയിക്കും വിധത്തിലാണ് ഈ കൂട്ടർ ജീവിക്കുന്നത്. അവർ ദൈവത്തെ ശുശ്രൂഷിക്കുന്നില്ല. സ്വന്തം തൃപ്തിക്കു വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. ലജ്ജാകരമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ അവർ ഊറ്റം അഭിമാനിക്കുന്നു. അവർ ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ മാതൃരാജ്യം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു വരുന്നതിനായി നാം കാത്തിരിക്കുകയാണ്. അവൻ നമ്മുടെ താഴ്ന്ന ശരീരങ്ങളെ അവന്റേതുപോലെ മഹത്വമുള്ളതാക്കി മാറ്റും. ഇത് ക്രിസ്തുവിന് തന്റെ ശക്തിയാൽ സാധിക്കും. ആ ശക്തി കൊണ്ട് ക്രിസ്തുവിന് എല്ലാ വസ്തുക്കളെയും അവന്റെ ഭരണത്തിൻ കീഴിൽ കൊണ്ടുവരാൻ കഴിയും. ഫിലിപ്പിയർ അധ്യായം 4. എന്റെ പ്രിയ സഹോദരരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എനിക്ക് ആനന്ദം തരികയും നിങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കർത്താവിനെ തുടർന്നും പിന്തുടരുക. കർത്താവിൽ രമ്യതയുള്ളവരാകുവാൻ യുവോദ്യയോടും സുന്ദുകയോടും ഞാൻ ആവശ്യപ്പെടുന്നു. സുഹൃത്തെ, നീ എന്നോടുകൂടെ വിശ്വസ്തയോടെ സേവിക്കുന്നതുകൊണ്ട് ഈ സ്ത്രീകളെ അതൊക്കെ ചെയ്യുവാൻ സഹായിക്കണം എന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. ഈ സ്ത്രീകൾ സുവിശേഷ പ്രസംഗത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ ക്ലെമന്തിനോടും എന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കൊപ്പവുമാണ് പ്രവർത്തിച്ചിരുന്നത്. അവരുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. ഞാൻ ഒന്നുകൂടി പറയട്ടെ, സന്തോഷിക്കുവിൻ. നിങ്ങൾ സൗമ്യരും
ദയാലുക്കളുമാണെന്ന് എല്ലാവരും അറിയട്ടെ. കർത്താവ് വേഗം വരുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെല്ലാം വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നന്ദി പറയുക. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ക്രിസ്തുയേശുവിൽ സൂക്ഷിക്കും. ദൈവം നമുക്ക് തരുന്ന ആ സമാധാനം മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അത്ര മഹത്താണ്. സഹോദരരെ, നല്ലതും പുകഴ്ചയ്ക്ക് യോഗ്യവുമായ കാര്യങ്ങളെക്കുറിച്ച് തുടർന്നും ചിന്തിക്കുവിൻ. സത്യവും ആദരണീയവും ശരിയും ശുദ്ധവും സുന്ദരവും ബഹുമാന്യവുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്നും ഗ്രഹിച്ചതും കിട്ടിയതുമായ കാര്യങ്ങൾ ചെയ്യുവിൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ചെയ്തതായി നിങ്ങൾ കണ്ട കാര്യങ്ങളും ചെയ്യുവിൻ. സമാധാനം നൽകുന്ന ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എന്നോടുള്ള കരുതൽ വീണ്ടും കാണിച്ചതിൽ ഞാൻ കർത്താവിൽ ഏറെ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്നും കരുതലുണ്ടായിരുന്നു. എന്നാൽ അത് കാണിക്കുവാൻ നിങ്ങൾക്കൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല. എനിക്കുള്ള കാര്യങ്ങൾ കൊണ്ടും എനിക്ക് സംഭവിക്കുന്നവ കൊണ്ടും സംതൃപ്തനാകുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ദരിദ്രനാകുമ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. എനിക്ക് ധാരാളമുള്ളപ്പോഴും ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. സംഭവിക്കുന്ന എന്തിലും സന്തോഷമുള്ളവനാകുന്നത് എങ്ങനെയെന്നും എനിക്കറിയാം. കഴിക്കുവാൻ ആഹാരമുണ്ടായിരുന്നപ്പോഴും അല്പം മാത്രമുണ്ടായിരുന്നപ്പോഴും സന്തോഷമുള്ളവനായിരിക്കുവാൻ ഞാൻ പഠിച്ചു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരുന്ന അവസരത്തിലും അവയുടെ അഭാവത്തിലും സന്തോഷിക്കാൻ ഞാൻ പഠിച്ചു. അവൻ ശക്തി തരുന്നതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിൽ കൂടെ എല്ലാ കാര്യങ്ങളും സാധിക്കും. എന്നാൽ എനിക്ക് സഹായം ആവശ്യമുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ സഹായിച്ചു എന്നത് നല്ല കാര്യമാണ്. ഞാൻ ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചത് ഫിലിപ്പിയിലുള്ള നിങ്ങൾ സ്മരിക്കുക. മക്കദോനിയയിൽ നിന്ന് ഞാൻ പോന്നപ്പോൾ നിങ്ങൾ ഒരു സഭ മാത്രമാണ് എന്നെ സഹായിച്ചത്. ഞാൻ തെസലോനിക്കയിലായിരുന്നപ്പോൾ പലതവണ എനിക്ക് നിങ്ങൾ സഹായമെത്തിച്ചു. യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളുടെ ദാനങ്ങൾ കിട്ടുക എന്നുള്ളതല്ലായിരുന്നു ആവശ്യം. പിന്നെയോ നൽകുന്നതിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടണമെന്നുള്ളതായിരുന്നു. എനിക്കാവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട്. എനിക്കാവശ്യമുള്ളതിലും കൂടുതൽ എനിക്കുണ്ട്. എപ്പഫ്രോദിത്തോസ് നിങ്ങളുടെ ദാനങ്ങൾ കൊണ്ടുവന്നു. നിങ്ങളുടെ ദാനം ദൈവത്തിന് അർപ്പിച്ച സൗരഭ്യവാസനയായ സുഗന്ധയാഗം പോലെയാണ്. ദൈവം ആ യാഗം സ്വീകരിക്കുകയും അത് അവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തുയേശുവിലെ മഹത്വത്താൽ എന്റെ ദൈവം ഏറെ സമ്പന്നനാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാനായി ദൈവം ക്രിസ്തുയേശുവിലുള്ള തന്റെ സമ്പത്ത് വിനിയോഗിക്കും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിലുള്ള ദൈവജനത്തിലെ ഓരോ ആൾക്കും വന്ദനം പറയുവിൻ. എന്നോടൊപ്പമുള്ള സഹോദരർ നിങ്ങൾക്ക് വന്ദനം തരുന്നു. ദൈവത്തിന്റെ സമസ്ത ജനവും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കൈസരുടെ കൊട്ടാരത്തിൽ നിന്നുള്ളവരും നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ.